ഹലോ ഫ്രണ്ട്സ്, ഈ വർഷം അതായത് 2024 മാറിയ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റായ ദ വാംത്ത് ഓഫ് ലവ് എന്ന പാഠഭാഗത്തിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഫേമസ് അമേരിക്കൻ റൈറ്ററായ ഓഡ്രി പെൻ ആണ് ഈ സ്റ്റോറിയുടെ ഓഥർ. ഓക്കെ ഫ്രണ്ട്സ്, ദ ടൈറ്റിൽ ഓഫ് ദ യൂണിറ്റ് ഈസ് ദ വാംത്ത് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഊഷ്മളത അഥവാ ഊഷ്മളമായ സ്നേഹം. ഈ ടിറ്റിലാർ പേജ് നല്ല ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പിക്ചറാണ്. ഇവിടെ നമുക്ക് നല്ലൊരു ഹാപ്പി ഫാമിലിയെ കാണാം. പിന്നെ അമ്മ കിളികളെയും കുഞ്ഞു കിളികളെയും നല്ലൊരു കുഞ്ഞു കൂടും, കൂടാതെ കുറച്ച് കുട്ടികൾ നല്ല സന്തോഷത്തോടു കൂടി കളിക്കുന്നു. വലിയൊരു ട്രീ, ധാരാളം ചെടികൾ, അങ്ങനെ നല്ലൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്ന ഒരു പിക്ചറാണിത്. ഈ ഹാപ്പി ഫാമിലിയുടെ പിക്ചറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വ വികാസത്തിന് ഓരോ കുടുംബത്തിൻ്റെയും സ്നേഹത്തിനും ഐക്യത്തിനും അതിൻ്റേതായ പങ്കുണ്ടെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഫേമസ് പോയറ്റായ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ക്യാപ്ഷൻ നോക്കൂ, എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ശരിയാണല്ലേ, ഭൂമിയിലല്ലേ സ്നേഹമുള്ളൂ. ഓക്കെ, നല്ലൊരു ക്യാപ്ഷനാണിത്. ഈ ഫസ്റ്റ് പേജിലെ ഈ ഫസ്റ്റ് പിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരാളം ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റിന് നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ പറ്റും. കൂടാതെ കോൺവെർസേഷൻ തയ്യാറാക്കാം, പിന്നെ പോം തയ്യാറാക്കാം. അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പിക്ചറാണ് ഈ ഒന്നാമത്തെ പേജിൽ തന്നെ ഉള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ഈ പേജിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ദ ഡോർവേ എന്നാണ്. ദ ഡോർവേ മീൻസ് ഒരു എൻട്രൻസ് ആണ്, പുതിയ ലെസണിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. എൻട്രിങ് ആക്ടിവിറ്റി ആയിട്ട് നമുക്കിവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പിക്കിൽ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മദറിനെയും കുട്ടിയെയും കാണാം. സെക്കൻഡ് പിക്കിൽ കുട്ടി കരയുന്നുണ്ട്, അമ്മയും ആകെ ടെൻസ്ഡ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് എബവ്. ദ 2 boys ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. അല്ലേ, 2 കുട്ടികൾ സ്കൂളിലേക്ക് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ 2 കുട്ടികളും വ്യത്യസ്തമായ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദെൻ വാട്ട് ഇസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? ഫസ്റ്റ് ബോയ് എന്താ ചെയ്യുന്നത്? ഈസ് ഹി ഹാപ്പി? അവൻ ഹാപ്പി ആണോ? നമുക്കറിയാം, ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം അവിടെ ഫസ്റ്റ് പിക്ചറിലുള്ള അമ്മയും കുട്ടിയും നല്ല ഹാപ്പിയാണ് അല്ലേ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഹാപ്പി ആവുന്നത്? വാട്ട് ഇസ് ദ റീസൺ? കുട്ടികളെ പൊതുവേ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും കുട്ടികൾക്ക്. പുതിയ കുട, പുതിയ ചെരുപ്പ്, പുതിയ ബാഗ്, പുതിയ ഡ്രസ്സ്, അങ്ങനെ പുതിയ ഫ്രണ്ട്സ്, അങ്ങനെ കുട്ടികൾ ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയാണ് ആദ്യമായിട്ട് ജൂൺ 1 സ്കൂളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തിലായിരിക്കും കുട്ടികൾ വരുന്നത്. ഓക്കെ, സെക്കൻഡ് പിക്കിൽ എന്താ, കുട്ടി കരയുന്നുണ്ട് അല്ലേ. അമ്മയും ആകെ കൺഫ്യൂഷനിലാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? വാട്ട്സ് ഹിസ് മദർ ഡൂയിങ്? കുട്ടിയുടെ കരച്ചിൽ കണ്ട അമ്മ എന്താ ചെയ്യുന്നത്? അപ്പം കുട്ടി എന്തിനാണ് കരയുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷനിൽ കൂടിയാണ് നമ്മൾ പുതിയ പാഠത്തിലേക്ക് കയറുന്നത്. സോ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന 1-2 ചോദ്യം കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ലെസണിലേക്ക് കടക്കാം. നോക്കൂ. നൗ your teacher will tell you about his or her first day at school. ഓക്കെ, അതായത് ടീച്ചർ ആദ്യമായി സ്കൂളിൽ പോയ ടീച്ചറിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ടീച്ചർ ആദ്യമായിട്ട് സ്കൂളിൽ പോയ കഥ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ടീച്ചറിൻ്റെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കും പറയാനുള്ള, നിങ്ങൾ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിലൊക്കെ ചേർന്നപ്പോഴുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ, അതൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നിങ്ങൾക്കും ഉള്ള അവസരമാണ് ഇവിടെ. ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫസ്റ്റ് ഡേ ആദ്യമായിട്ട് സ്കൂളിൽ പോയാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് ഫസ്റ്റ് രസകരമായിട്ടുള്ള ആക്ടിവിറ്റി. നല്ല രസമുള്ളൊരു ആക്ടിവിറ്റി അല്ലേ. ആദ്യമായി സ്കൂളിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ അനുഭവങ്ങൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷിൽ തന്നെ പറയണം, തെറ്റിക്കോട്ടെ കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇംഗ്ലീഷിൽ തന്നെ പറയാൻ ശ്രമിക്കണേ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ യൂണിറ്റിലേക്ക് കടക്കാം. യൂണിറ്റിൻ്റെ സബ് ഹെഡിങ് എന്താ കൊടുത്തു നോക്കൂ. ദ കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ മീനിങ് നിങ്ങൾക്കറിയുന്ന ചുംബിക്കുന്ന കൈ അല്ലേ. നമുക്കിനി ഈ പേജ് ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റെക്കോൺ നെയിംഡ് ചെസ്റ്റർ ഈസ് ഹെസിസ്റ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ ടു ഹിം. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ചെസ്റ്റർ എന്ന് പറയുന്ന ഒരു റക്കൂണാണ്. റക്കൂൺ മീൻസ് ഒരു അമേരിക്കയിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെറിയ ഒരു ഇനം കരടിയാണ്. അപ്പം നമ്മുടെ ചെസ്റ്റർ റക്കൂണിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. അപ്പോൾ അവന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് താഴെ പറയുന്നത്. അപ്പോൾ താഴത്തെ ലൈൻസ് നമുക്ക് വായിച്ചു നോക്കാം. ചെസ്റ്റർ റക്കൂൺ stood at the edge of the forest and cried, "I don't want to go to school," he told his mother. എന്താ ചെസ്റ്റർ റക്കൂൺ കാടിൻ്റെ എഡ്ജിൽ അറ്റത്ത് പോയി നിന്നിട്ട് എന്താണ് പറയുന്നത് നോക്കുക അമ്മയോട്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യ അമ്മയെന്നാണ് പറയുന്നത് അല്ലേ.
പിന്നീട് എന്തൊക്കെയാണ് നമ്മുടെ ഈ ചെസ്റ്റർ റെക്കൂൺ പറഞ്ഞത് നോക്കൂ. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിൽ നിൽക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എൻ്റെ ടോയ്സിൻ്റെ കൂടെ എനിക്ക് ടോയ്സിനൊപ്പം എനിക്ക് കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. പിന്നെയോ ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്കെൻ്റെ ഊഞ്ഞാലിലിരുന്ന് ഊഞ്ഞാലാടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഞാൻ ഈ വീട്ടിൽ അമ്മയുടെ കൂടെ ഇരുന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ എന്തായിരിക്കും മറുപടി പറഞ്ഞത് നോക്കൂ. മിസ്സിസ് റെക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നെസിൽഡ് ഹിസ് ഇയർ. മിസ്സിസ് റെക്കൂണ് നമ്മുടെ ചെസ്റ്ററിൻ്റെ കൈ പിടിച്ച് ചെവിയിലൊക്കെ മൂക്കൊണ്ട് ഇങ്ങനെ മുട്ടിയിരുമിക്കൊണ്ട് ഒരു കാര്യം പറയാണ്. എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ഷീ ടോൾ ഹിം ജെൻലി. ജെൻലി മീൻസ് സൗമ്യമായിട്ട് അമ്മ എന്താണ് കുട്ടിയോട് പറയുന്നത്? ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരുന്ന. പിന്നെന്താ പറയുന്നത് നോക്കൂ. ഈവൻ ഇഫ് ദിസ് സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്, ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഓരോ കാര്യങ്ങളും വിചിത്രമായതും പേടിപ്പെടുത്തുന്നതായിട്ട് തോന്നുമെങ്കിലും സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഇഷ്ടപ്പെടും എന്നാണ് അമ്മ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. പുതിയ ഫ്രണ്ട്സിനെ നിനക്ക് ഉണ്ടാക്കാം അവിടുന്ന്. കൂടാതെ ധാരാളം പുതിയ ടോയ്സ് ഉണ്ട്. ഈ പുതിയ കളിപ്പാട്ടങ്ങളുടെ കൂടെയൊക്കെ കളിക്കാമെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. കൂടാതെ എന്താ നോക്കൂ. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. പുതിയ പുസ്തകങ്ങൾക്ക് നിനക്ക് വായിക്കാം. കൂടാതെ അവിടെ പുതിയ ഊഞ്ഞാലുകൾ ഉണ്ടാകും. പുതിയ ഊഞ്ഞാലിലാടാം, പുതിയ പുസ്തകം വായിക്കാം, പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ ടോയ്സ് കിട്ടും. എല്ലാം ന്യൂ ആയിട്ട് ഉള്ളത് കിട്ടും എന്നാണ് അമ്മ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് അമ്മ പറയുന്നത് നോക്കൂ. ബിസൈഡ്സ് ഷീ ആഡഡ്, ഐ നോ എ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. കൂടാതെ അമ്മ പറയാണ്, എനിക്കൊരു വണ്ടർഫുൾ സീക്രട്ട്, ഒരു അത്ഭുതകരമായ ഒരു രഹസ്യം അറിയാം. ആ രഹസ്യം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിൻ്റെ സ്കൂളിലുള്ള രാത്രികളെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ളതുപോലെ തന്നെ വളരെ കോസി മീൻസ് വളരെ സുഖപ്രദമായിട്ട് മാറുന്നാണ് കുട്ടിയോട് അമ്മ പറയുന്നത്. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടീയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. ചെസ്റ്റർ കണ്ണീരൊക്കെ തുടച്ച് നല്ല താല്പര്യമുള്ളതുപോലെ നിന്നു. കണ്ണൊക്കെ തുടച്ച് നമ്മുടെ ചെസ്റ്റർ എന്താ അമ്മയോട് ചോദിക്കുന്നത് നോക്കൂ. എ സീക്രറ്റ്? വാട്ട് കൈൻഡ് ഓഫ് സീക്രറ്റ്? എന്ത് തരത്തിലുള്ള എന്ത് സീക്രട്ടാ അമ്മേ ചോദിക്കുക. അപ്പം അമ്മ പറയുന്ന മിസ്സിസ് റെക്കൂൺ പറയുന്ന മറുപടി നോക്കൂ. എ വെരി ഓൾഡ് സീക്രറ്റ്. വളരെ പഴയ ഒരു സീക്രറ്റാണ്. അമ്മ കുട്ടിയോട് പറയുന്ന ആ വണ്ടർഫുൾ സീക്രട്ട് എന്താ നോക്കൂ. I learned it from my mother and she learned it from her mother. It's called the kissing hand. അമ്മ ഈ സീക്രറ്റ് എവിടുന്നാണ് പഠിച്ചത് നോക്കൂ. I learned it from my mother. എന്താ പറയുന്നത്? ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ് ഞാനിത് പഠിച്ചത്. And she learned it from her mother. അമ്മ എവിടുന്നാണ് പഠിച്ചത്? അമ്മയുടെ അടുത്തു നിന്നാണ് പഠിച്ചത്. ആ സീക്രറ്റ്, വണ്ടർഫുൾ ആയിട്ടുള്ള സീക്രറ്റിൻ്റെ പേരെന്താണ്? കിസ്സിങ് ഹാൻഡ്, ചുംബിക്കുന്ന കൈ എന്നാണ് ആ സീക്രറ്റിൻ്റെ പേര്. അപ്പം ചെസ്റ്റർ ചോദിക്കുകയാണ്, ദ കിസ്സിങ് ഹാൻഡ് ആസ് ദ ചെസ്റ്റർ, വാട്ട്സ് ദാറ്റ്? അപ്പം അമ്മ പറയാം, ഐ വിൽ ഷോ യു. അപ്പം മോൻ ചോദിക്കുകയാണ്, കിസ്സിങ് ഹാൻഡോ? ചുംബിക്കുന്ന കൈയോ? അതാണോ സീക്രട്ട്? വാട്ട്സ് ദാറ്റ്? എന്താ അത്? അപ്പം അമ്മ പറയാം, ഐ വിൽ ഷോ യു. ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് അമ്മ പറയുന്നത്. ഇവിടെ ഈ താഴെ ഈ ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ചെസ്റ്റേഴ്സ് മദർ ടോൾ ഹിം ദ ഓൾഡ് സീക്രറ്റ്. വാട്ട് മേ ബി ദ സീക്രറ്റ്? ചെസ്റ്റേഴ്സിൻ്റെ മദർ ഒരു സീക്രട്ട് പറഞ്ഞു. എന്തായിരിക്കും ആ സീക്രട്ട്? നോക്കാമല്ലേ നമുക്ക്. കിസ്സിങ് ഹാൻഡ് ആണെന്ന് പറഞ്ഞു, അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് നോക്കുക. മിസ്സിസ് റെക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. നോക്കൂ, മിസ്സിസ് റെക്കൂൺ ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ്, ഇടത് കൈ എടുത്ത് എന്ത് ചെയ്തു? ഇങ്ങനെ ഫാൻ്റെ അടുത്ത് വെച്ച് അവൻ്റെ വിരലുകളൊക്കെ ഇങ്ങനെ നിവർത്തി. എന്നിട്ട് എന്താ പറയുന്നത് നോക്കൂ. ലീനിങ് ഫോർവേഡ് ഷി കിസ്ഡ്
ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അമ്മ മുന്നോട്ട് കുനിഞ്ഞ് ചെസ്റ്ററിൻ്റെ കൈപ്പത്തിയുടെ നടുഭാഗത്തായിട്ട് ഉമ്മ വെച്ചു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. ചെസ്റ്ററിന് അവൻ്റെ അമ്മയുടെ ചുംബനം കൈപ്പത്തിയിൽ നിന്നും കൈത്തണ്ടയിലൂടെ ഹൃദയത്തിലേക്ക് പാഞ്ഞ് കയറുന്നതായിട്ട് ഫീൽ ചെയ്തു. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അതായത് അവൻ്റെ മാസ്ക്, സിൽക്ക് കൊണ്ടുള്ള ബ്ലാക്ക് മാസ്കിന് പോലും അമ്മയുടെ ചുംബനത്തിൻ്റെ ആ ഒരു സ്പെഷ്യൽ ആ ഊഷ്മളത ഫീൽ ചെയ്തു. ഓക്കെ, പിന്നീട് എന്താണ് മിസ്സിസ് റക്കൂൺ പറഞ്ഞു നോക്കൂ. മിസ്സിസ് റക്കൂൺ സ്മൈൽഡ്. നൗ she told Chester, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mummy loves you. Mummy loves you. Mrs. Raccoon smiled. മിസ്സസ് റക്കൂൺ ചിരിച്ചുകൊണ്ട് എന്താണ് ചെസ്റ്ററിനോട് പറയുന്നത്? വെന്നെവർ യു ഫീൽ ലോൺലി, എപ്പോഴാണോ നിനക്ക് ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത്, അതേപോലെ നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, വീട്ടിൽ നിന്നുള്ള സ്നേഹം വേണമെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യണം? ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. കൈയെടുത്തിട്ട് കൈപ്പത്തി എടുത്തിട്ട് കവിളിനോട് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് എന്ത് ചിന്തിക്കണം? മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു. അമ്മ നിന്നെ സ്നേഹിക്കുന്നു, അമ്മ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കാനാണ് മിസ്സിസ് റക്കൂൺ മകനോട് പറയുന്നത്. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. ആ അമ്മയുടെ ചുംബനം ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ അമ്മ ഉമ്മയെ വയ്ക്കുന്ന പോലെ ഫീൽ ചെയ്യല്ലോ, അത് നിൻ്റെ മുഖത്തേക്ക് വരും. അങ്ങനെ നിൻ്റെ മനസ്സ് മുഴുവൻ നല്ല ചിന്തകൾ കൊണ്ട് നിറയും എന്നാണ് അമ്മ പറയുന്നത്. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. എന്താണ് അമ്മ ചെയ്തത്? ചെസ്റ്ററിൻ്റെ കൈകൾ വളരെ ശ്രദ്ധാപൂർവം എടുത്ത് വിരലുകളിലൊക്കെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. ഇനി താഴെ ഈ ബോക്സിൽ കൊടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡിഡ് മിസ്സിസ് റക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? എങ്ങനെയാണ് ചെസ്റ്ററിനെ ഈ ഫിയറിൽ നിന്നും ഈ പേടിയിൽ നിന്നും ഓവർകം ചെയ്യാൻ, മറികടക്കാൻ അമ്മയായ മിസ്സിസ് റക്കൂൺ ഹെൽപ്പ് ചെയ്തതെന്നുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അമ്മ എന്താ തമാശയാക്കി പറയുന്നത് നോക്കൂ. നൗ ബി കെയർഫുൾ നോട്ട് ടു ലോസ് ഇറ്റ്, ഷി ടീസ്ഡ് ഹിം. അമ്മ കളിയാക്കി പറയാണ്, എന്താണ്? കൈ കിട്ടിയ സാധനം കളയരുത് കേട്ടോ. കൈ കിട്ടിയത് എന്താണ്? കിസ്സിങ് ഹാൻഡ് അല്ലേ? അത് കളയരുത് എന്ന് പറയാം. പിന്നെ അമ്മ പറയും നോക്കൂ, ബട്ട് ഡോണ്ട് വെറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റീക്ക്. പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കേണ്ട. നീ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിൻ്റെ കൈകൾ തുറക്കില്ലേ, അപ്പോഴും കൈ കഴുകാൻ വേണ്ടി കൈ തുറക്കുന്ന സമയത്തും ഒക്കെ എന്ത്, ആ കിസ് നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റീക്ക്. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ആ കിസ്, അമ്മയുടെ കിസ് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു പറയുകയാണ്. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്റർ അവൻ്റെ കിസ്സിങ് ഹാൻഡ് സ്നേഹിച്ചു അല്ലേ? അതായത് അവൻ്റെ കിസ്സിങ് ഹാൻഡിനെ ഇഷ്ടപ്പെടാൻ അവൻ തുടങ്ങിയെന്ന്. ഓക്കെ, ദെൻ നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വേറെവർ ഹി വെൻറ്റ്, ഈവൻ ടു ദ സ്കൂൾ. ഇപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, അമ്മയുടെ സ്നേഹം, അവൻ്റെ അമ്മയുടെ സ്നേഹം അവൻ ലോകത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞാലും, ഈവൻ സ്കൂളിലാണെങ്കിലും വേറെ എവിടെ പോയി കഴിഞ്ഞാലും അവൻ്റെ കൂടെ, അവൻ പോകുന്നിടത്തെല്ലാം അവൻ്റെ അമ്മയുടെ സ്നേഹം കൂടെ ഉണ്ടാവുമെന്നുകൂടി അവന് മനസ്സിലായി. ദാറ്റ് നൈറ്റ് ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. അന്ന് രാത്രി ചെസ്റ്റർ അവൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രീൻഡ്. പെട്ടെന്ന് അവൻ്റെ അമ്മയെ നോക്കി ചിരിച്ചു. എന്നിട്ട് എന്താ പറയുന്നത് നോക്കൂ. ഗിവ് മീ യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ. അവൻ അമ്മയോട് പറയാം, അമ്മയുടെ കൈ തരൂ. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫാമിലി ഓഫ് ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. ചെസ്റ്റർ എന്താ ചെയ്തത്? അമ്മയുടെ കൈയെടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ച് ഒരു ഫാൻ്റെ അടിയിലേക്ക് വെച്ച് തുറന്നു നോക്കുക. തുറന്നു നോക്കുന്നതിന് ഇവിടെ പറഞ്ഞ വേർഡാണ് അൺഫോൾഡഡ്. തുറന്നു നോക്കി. അമ്മയുടെ പരിചിതമായ വലിയ വിരലുകളിലേക്ക് നോക്കി നമ്മുടെ റക്കൂൺ എന്താ പറഞ്ഞു നോക്കൂ. നെക്സ്റ്റ്
ഹി ലീൻഡ് ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹർ ഹാൻഡ്. അടുത്തതായി ചെസ്റ്റർ അമ്മയുടെ കൈൻ്റെ അടുത്തേക്ക് കുനിഞ്ഞിട്ട് അമ്മയുടെ കൈൻ്റെ സെൻറ്ററിലൊരു ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പം അമ്മയ്ക്കും ഒരു കിസ്സിങ് ഹാൻഡായി. ഹി ടോൾഡ് ഹർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. അതും പറഞ്ഞ് അവൻ അമ്മയോട് വളരെ സൗമ്യമായിട്ട് ഗുഡ് ബൈ പറഞ്ഞു. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. അമ്മയോട് ഐ ലവ് യു പറഞ്ഞ് അവൻ തിരിഞ്ഞ് ഡാൻസ് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെസ്റ്റർ നല്ല ഹാപ്പി ആയില്ലേ, അമ്മയ്ക്കൊക്കെ ഉമ്മ കൊടുത്തു. അപ്പോൾ ഇവിടെ ചോദ്യം നോക്കൂ, അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ബോക്സിലുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? അമ്മയെ ഉമ്മ വെച്ചപ്പോൾ അവൻ എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക? അവൻ എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക? ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും അല്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലേ, അത് തന്നെയായിരിക്കും. ഓക്കെ, ഇത് നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കാം. നമ്മൾ ഈ സ്റ്റോറീൻ്റെ അവസാന ഭാഗത്തെത്തി, നമുക്ക് നോക്കാം. മിസ്സിസ് റെക്കോൺ വാച്ച് ചെസ്റ്റർ സ്കാംബർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. നമ്മുടെ ചെസ്റ്റർ മരക്കൊമ്പിൽ ചാടി സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത് മിസ്സിസ് റെക്കോൺ നോക്കി നിന്നു. ഏസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ് ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. പുതിയ അധ്യയന വർഷത്തെ ആദ്യത്തെ ബെല്ല് സ്കൂളിൽ മുഴങ്ങിയപ്പോൾ നമ്മുടെ മിസ്സിസ് റെക്കോൺ അവളുടെ ഇടത്തെ കൈയെടുത്ത് കവിളിലേക്ക് വെച്ച് പുഞ്ചിരിച്ചു. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്. ചെസ്റ്റർ ലവ്സ് യു. അമ്മയുടെ കൈകൾ ചീക്കിലേക്ക് വെച്ച, ചീക്ക് മീൻസ് കവിളത്തേക്ക് വെച്ച സമയത്ത് എന്താണ് അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നത്? ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ്. ചെസ്റ്ററിൻ്റെ കിസ്സിൻ്റെ ആ വാംത്ത്, ഊഷ്മളത അമ്മയുടെ ഹൃദയത്തിലേക്ക് വരിക. വിത്ത് സ്പെഷ്യൽ വേർഡ്സ്, ഒരു പ്രത്യേക വേർഡ്സാണ് അവിടെ വരുന്ന. വേർഡ്സ് ഏതാ നോക്കൂ. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്. ചെസ്റ്റർ ലവ്സ് യു. അവിടെ നിന്ന് ഇങ്ങനെ പാടുക, അമ്മേൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ പാടുകയാണ്. എന്താണ്? ചെസ്റ്റർ, നിങ്ങളുടെ മകൻ ചെസ്റ്റർ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ അമ്മമാർക്ക് വേണ്ടത്. മക്കളുടെ സ്നേഹം അമ്മയ്ക്കും വേണം, അമ്മയുടെ സ്നേഹം മക്കൾക്കും വേണം. ഓക്കെ, നല്ലൊരു സ്റ്റോറിയാണ് ഇതില്ലേ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് താഴെ 2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്ന് ചെസ്റ്റർ, സെക്കൻഡ് വൺ മിസ്സിസ് റെക്കോൺ. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? ഈ സ്റ്റോറിയുടെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന്, അതിന് കാരണം എന്താണ്? ഇത് നിങ്ങളുടെ ക്ലാസ്സിന് ടീച്ചേഴ്സ് ചോദിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനോട് നന്നായി ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തതായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. മറ്റൊരു കാര്യം, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു. ബൈ ബൈ.